ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാന വാർത്ത മുൻ എം എൽ എ ആയ പലതവണ എം എൽ എ ആയിട്ടുണ്ട് കേട്ടോ, ഈരാറ്റുപേട്ട എന്ന് ശ്രീ PC ജോർജിൻ്റെ ഒരു വർഗീയ വിഷം തുപ്പുന്ന ഒരു പ്രസ്താവനയാണ്. പല പ്രാവശ്യം അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് പരിചയമുണ്ട്. ഇപ്പോൾ കുറേ വർഷങ്ങളായി കണ്ടിട്ട്. ശ്രീ PC ജോർജ് ആദ്യം ഇതേപോലുള്ള ഒരു പ്രശ്നത്തിൽ 153A അദ്ദേഹത്തിന് എതിരെ IPC അനുസരിച്ചുള്ള കേസെടുത്തപ്പോൾ നമ്മുടെ ആഭ്യന്തര വകുപ്പ് അത് അവിടുന്ന് പോലീസിനെ തിരുവനന്തപുരത്തൊക്കെ അയച്ച് അദ്ദേഹത്തിൻ്റെ വീടൊക്കെ വളഞ്ഞ് ഇവിടുന്ന് രാജ്യരാമാനം വെളുപ്പിന് അങ്ങോട്ട് പിടിച്ചോണ്ട് പോയി. അപ്പോൾ അതിനെതിരെ ഞാൻ പ്രതികരിച്ചു. കാരണം അങ്ങനെ പിടിച്ചോണ്ട് പോകേണ്ട ഒരാളല്ല ശ്രീ PC ജോർജ്. നോട്ടീസ് കൊടുക്കണം, അപ്പിയർ ചെയ്യാൻ പറയണം. അവിടെ അപ്പിയർ ചെയ്തിട്ട് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിനകത്ത് കുറ്റകൃത്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യാം. അതിനെ പോലെ ഇല്ല കള്ളനെ പിടിക്കുന്ന പോലെ വന്ന് പിടിച്ചുകൊണ്ട് പോയത് ശരിയായില്ല എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ശ്രീ PC ജോർജ് യഥാർത്ഥത്തിൽ ഈരാറ്റുപേട്ട നമുക്കറിയാം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ അദ്ദേഹം ഈ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വീടുകളിൽ മുസ്ലിം ഭവനത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ദുആയിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ദുആരക്കും. അദ്ദേഹം അതായത് അല്ലാഹു അക്ബർ പറയും, ആമീൻ പറയും. ഇതൊക്കെ സാധാരണഗതിയിലുണ്ട്. അതൊരു പ്രകടനമാണെങ്കിൽ പോലും അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ മൂത്ത മകളുടെ വിവാഹത്തിന് അതിൻ്റെ റിസപ്ഷൻ ആദ്യം എൻഗേജ്മെൻറ്റിന് അദ്ദേഹം വന്ന് ഇതേപോലെ ആ പ്രാർത്ഥനയുടെ സമയത്ത് അതൊരു മുസ്ലിം എങ്ങനെ പങ്കെടുക്കുമോ അതുപോലെ നിന്ന് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. രണ്ടാമത് വീണ്ടും അത്രത്തോളം വലിയ, അതായത് അതിനകത്ത് ജാമ്യം കിട്ടിയതെന്ന് പറയുന്നത് തന്നെ വ്യവസ്ഥകളോടുകൂടിയാണ്. അതായത് ഈ വർഗീയ ചേരിതിരിവുണ്ടാകുന്ന ഈ രീതിയിലുള്ള പ്രസ്താവനകൾ മേലാൽ നടത്തരുത് എന്നുള്ള കർശന ഉപാധികളോടുകൂടിയാണ് അദ്ദേഹത്തിന് അന്ന് ജാമ്യം കിട്ടിയത്. എനിക്ക് തോന്നുന്നു ശാസ്ത്രമംഗലം അജിത് കുമാറായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ അഡ്വക്കേറ്റ്. സാധാരണഗതിയിൽ ചിലപ്പോൾ അകത്തോട്ട് പോകേണ്ട ഒരു കാര്യം തന്നെ ആയിരുന്നു, എന്നാലും ജാമ്യം കിട്ടി. അത് കഴിഞ്ഞ് രണ്ടാമത് ഇതേപോലെ ഉള്ള അതിലും വളരെ വികൃതമായ രീതിയിലുള്ള വർഗീയ വിഷം തുപ്പുന്നതും ചേരിതിരിവുണ്ടാകുന്നതുമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തി. അതിനകത്ത് പറഞ്ഞേക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ നീയൊക്കെ പാകിസ്ഥാനിലേക്ക് പോടേ എന്നാണ് ഇവിടെ മുസ്ലിങ്ങളെ അദ്ദേഹം പറഞ്ഞത്. അതിപ്പോഴും എൻ്റെ എനിക്ക് ഒരുപാട് പേരെ അയച്ചു തന്നിട്ട് സാർ ഇതൊന്ന് പ്രതികരിക്കാത്ത എന്താണെന്ന് ചോദിച്ച് അയച്ചു തന്നു. പക്ഷെ ഞാൻ പ്രതികരിക്കാൻ പോയില്ല. കാരണം ചിലപ്പോൾ നന്നാവുന്നെങ്കിൽ നന്നായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എൻ്റെ അമ്മാവ എന്നെ അടിക്കല്ലേ ഞാൻ നന്നാവത്തില്ല എന്ന് പറയുന്ന ശീലമാണ് അദ്ദേഹത്തിനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഏതായാലും അതിന് ഈ ഇവിടെ മുൻകൂർ ജാമ്യത്തിനൊക്കെ സമീപിച്ചു. അത് ജില്ലാ കോടതി തള്ളി. അതിൻ്റെ പുറത്ത് ഹൈക്കോടതി വന്ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു. അവസാനം അദ്ദേഹം പോലീസിൽ സറണ്ടർ ചെയ്തു. സറണ്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സാധാരണ പണക്കാർക്കും നേതാക്കന്മാർക്കും ഒക്കെ വരുന്ന നെഞ്ചുവേദന അദ്ദേഹത്തിന് പോകും. അങ്ങനെ വരും. ഈ കൈ കാശുള്ളവനും വലിയ നേതാക്കളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പെട്ടെന്ന് നെഞ്ചുവേദന വരും. ഡോക്ടർമാരത് പെട്ടെന്ന് അവരെ നിരീക്ഷണത്തിൽ വെക്കണമെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. അവർക്ക് ഇതൊക്കെ അതായത് ട്രിപ്പും ഒക്കെ കൊടുത്ത് അവിടെ കിടത്തി പരിശോധിക്കും. അങ്ങനെ അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്തെങ്കിൽ പോലും ആശുപത്രിയിലേക്ക് ഒരു ദിവസം ഒരു ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നില്ല. അപ്പോൾ ജയിലിന് ഒരു ആശുപത്രിക്ക് ഒരു ജയിലിൻ്റെ പരിവേഷം കൊടുത്താണ് അവിടെ അങ്ങനെയുള്ളവരെ കിടത്തുന്നത്. ഏതായാലും അദ്ദേഹം അവിടെ ആശുപത്രി സുഖവാസമൊക്കെ നടത്തിയിട്ട് അദ്ദേഹം അപ്പോഴത്തേക്ക് പിന്നെ ജാമ്യം പിന്നെ കൊടുത്തു. അതിനകത്ത് കർശന ഉപാധികളാണ്. മേലാൽ ഇതുപോലുള്ള വർഗീയ വിഷം തുപ്പുന്ന വാചകങ്ങൾ പറയരുത് എന്ന് ഉള്ള രീതിയിൽ ആണ് അതുപോലുള്ള കർശന ഉപാധികളോടുകൂടി ജാമ്യം കൊടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു അവിടെങ്കിലും നിർത്തുമെന്ന് കേട്ടു. പക്ഷേ നിർത്തിയില്ല. ഇപ്പം അതിലും വലിയ ഒരു വാർത്തയായിട്ട് വന്നേക്കുകയാണ്. എന്താണെന്നറിയോ, ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുക പാലായിൽ. പ്രസംഗിക്കുന്നത് എന്താണെന്നറിയോ, മീനച്ചൽ താലൂക്കിൽ നിന്ന് മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദ് മൂലം കൊണ്ടുപോയി മതം മാറ്റി എടുത്തു എന്നുള്ളതാണ്. ഇനി ആർക്കെങ്കിലും ഒരു മതം മാറണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 പറയുന്നുണ്ട്. ഫ്രീഡം ടു പ്രാക്ടീസ്, പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലിജിയൻ ആണ്. ഏത് മതം അവന് ഇഷ്ടമുള്ള മതം അവന് പ്രാക്ടീസ് ചെയ്യാം. അതിന് ആർക്കും എതിര് തടയാനും നോക്കത്തില്ല. ചില സംസ്ഥാന ഗവൺമെൻറ്റുകളൊക്കെ ഇതിനെതിരെ നിയമം മാറി മതം മാറാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോൾ നോക്കിക്കോളൂ, ഈ രണ്ട് വർഗങ്ങളെ തമ്മിൽ ഒരുപാട് ഇപ്പോൾ അകറ്റി കഴിഞ്ഞു.
ഇതുപോലുള്ള ആയിട്ടുള്ള ഈ ശത്രുക്കൾ, അതായത് കുൽസിത മാർഗങ്ങളിലൂടെ അയറ്റി കഴിഞ്ഞു. അതായത് മതമേലധ്യക്ഷന്മാരെ നിന്നങ്ങ് വിളിച്ചു പറയും. അതായത് ഇവിടെ ലവ് ജിഹാദ് ഉണ്ട്, കുറേ നാൾ ലവ് ജിഹാദായിരുന്നു, പിന്നെ ഹലാല്, ഇതുപോലുള്ള ഓരോ വാർത്ത. ഹലാൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഈ ജിഹാദ് എന്ന് പറയുന്ന വാക്കിൻ്റെ എന്താണെന്ന് അർത്ഥമൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അവസാനം ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു സംഭവം ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒന്നും ഇല്ലെന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ സംഭവം ഇല്ല, ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരെണ്ണമൊന്നും ഇല്ലെന്ന് കോടതി റിപ്പോർട്ട് ചെയ്താണ് ഇവിടുത്തെ DGP. അപ്പം എന്നിട്ടാണ് ശ്രീ PC ജോർജ് വിളിച്ചു പറയുന്നത് 400 പെണ്ണുങ്ങളെ, ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലവ് ജിഹാദിന് ഇരയാക്കി എന്ന് കൊണ്ടുപോയിരുന്നു. അതിൽ നിന്ന് 41 മാത്രമേ തിരിച്ചു കിട്ടുന്നു. ഞാൻ ശ്രീ PC ജോർജ് ഒരു കാര്യം ചെയ്തുള്ളൂ, ഈ പെൺകുട്ടികളുടെ പേര് മറച്ചു വെച്ചോളൂ, പറയണ്ട. പക്ഷേ ഈ ലവ് ജിഹാദ് നടത്തിയെന്ന് പറയുന്ന ആണുങ്ങളുണ്ടല്ലോ, അവന്മാരുടെ പേര് നിങ്ങൾ നിർബന്ധമായിട്ട് വിളിയുണ്ടോ? കാരണം നമുക്കൊക്കെ നടപടിയെടുക്കാമല്ലോ അവന്മാരുടെ പേർക്ക് ആരൊക്കെയാണെന്ന്. ഒരുത്തൻ്റെ പേര് നിങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞോളൂ, ഒരുത്തൻ്റെ പേര്. ഇത് മാത്രമല്ല, ഇതിനകത്ത് ശ്രീ PC ജോർജ് നടത്തിയേക്കുന്ന ഏറ്റവും വലിയൊരു വൃത്തികേടുണ്ട് കാണിച്ചേക്കുന്നത്. നിങ്ങളുടെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടതല്ലേ ശ്രീ PC ജോർജ്? നിങ്ങളുടെ ഇടയിലുള്ള പെൺകുട്ടികൾ ഇതുപോലെ മുസ്ലിം യുവാക്കളെ കാണുന്നുണ്ടേ അവരുടെ അടുത്ത് പോകാന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ക്രിസ്ത്യൻ യുവാക്കളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, അതിനിടയിൽ കൊള്ളാതൊന്നുമാരില്ല എന്ന് വേണമല്ലോ കണക്കാക്കാൻ. അതാണല്ലോ ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നത്. അപ്പം ഇല്ല എന്ന് വേണമല്ലോ നിങ്ങൾക്ക് പറയേണ്ട. അത് മാത്രം ഏറ്റവും വലിയ ഹൈലി ഇമ്മോറലാണ് ഈ ക്രിസ്ത്യൻ പെൺകുട്ടികളെന്നല്ലേ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ ഈ മതത്തിനെ ഇങ്ങനെ ആക്ഷേപിക്കാമോ? നിങ്ങളുടെ സ്വന്തം മതത്തിനെ. ഈ മീനാക്ഷി താലൂക്കിലെ പെൺകുട്ടികൾ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇതുപോലെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അവരാരും നാഥനില്ലാത്തവരാണോ? അവർ തോന്നിവാസമായിട്ട് വളരുന്നവരാണോ? അവർ ഹൈലി ഇമ്മോറലാണോ? ഒരു യുവാവിനെ, ഒരു മുസ്ലിം യുവാവിനെ കണ്ടാൽ അവൻ്റെ പുറകെ അങ്ങ് പോകുന്നതാണോ അവരുടെ ജോലി? ഇത് ഏറ്റവും വലിയ വൃത്തികേടല്ലേ നിങ്ങൾ കാണിച്ച്? ഭീകരമായ കാര്യമാണ്. ഞാൻ ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ട്, ഇതുപോലെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയെടുക്കണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഉണ്ടെങ്കിൽ അത് ചെയ്യണം, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ളത് നിങ്ങൾ പറയരുത്, വിളിച്ചു പറയരുത്. ഇത്തരം പരാമർശങ്ങൾ കൂടാതെ അദ്ദേഹം വേറെ ഒരു വലിയ പരാമർശം കൂടെ നടത്തി, ഒരു പുതിയ കണ്ടുപിടുത്തം. അതായത് ഈ ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇങ്ങനെ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഇല്ലാത്തൊരു സാധനമാണ്, അതുമായിട്ട് ഇങ്ങനെ പോകുന്നതിനുള്ള കാരണം എന്തെന്നറിയുമോ? ഇതിനെയൊക്കെ നേരെ ചൊവ്വേ നേരത്തെ സമയത്ത് നേരത്തും കാലത്തും കെട്ടിച്ചു കൊടുക്കാത്തതുകൊണ്ടാണെന്ന്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ എന്തിനവിടെ നിർത്തുന്നു? അതിനെ കെട്ടിച്ചു കൊടുത്തേക്കണം. അവ പഠിക്കണമെങ്കിൽ പിന്നെ കെട്ടിച്ചു കൊടുത്തിട്ടതിന് ശേഷം പോയി പഠിച്ചോട്ടെ, അല്ലെങ്കിൽ ജോലിക്ക് പിന്നെ വേണമെങ്കിൽ പിന്നെ ജോലി വാങ്ങിച്ചോട്ടെ, ഇതെല്ലാം പറയുന്നുണ്ട്. അത് അവരെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഞാൻ പറയുന്നില്ല. അത് ശരിയായ തീരുമാനമാണെന്നും എനിക്ക് തോന്നുന്നില്ല ശ്രീ ജോർജ്. അതിൻ്റെ കാരണം എന്താ അറിയോ? ഇവിടെ ഈ 18 വയസ്സെന്ന് പറയുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്കൊരു മെൻ്റൽ മെച്യൂരിറ്റിയുടെ സമയമാകുന്നില്ല. അതുകൊണ്ട് അവരുടെ വിവാഹപ്രായം 21 വയസ്സിലേക്ക് ഉയർത്തണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് വാശി പിടിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുള്ള കാര്യമാണ്? 21 ഒരു 10-22 വയസ്സാകാതെ കല്യാണം കഴിച്ചു കൊടുക്കരുത്. ഞാനൊരു മുസ്ലിമാണ്. യഥാർത്ഥത്തിൽ ഈ മുസ്ലിങ്ങൾ അവരുടെ മക്കളെ വളരെ നേരത്തെ കല്യാണം കഴിച്ചു കൊടുക്കാറുണ്ട്. 18 എങ്ങനെയെങ്കിലും അവൻ നോക്കിയിരിക്കും, സർട്ടിഫിക്കറ്റ് നോക്കിയിരിക്കുക, പിറ്റേന്ന് കല്യാണം തീരുമാനിക്കാം. ഞാൻ എൻ്റെ മക്കളെ 2 22 വയസ്സായപ്പോഴാണ് കല്യാണം കഴിച്ചു കൊടുത്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് അത് ധാർമ്മികമായിട്ട് പറയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത്രയെങ്കിലും ആയില്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഒരു മെൻ്റൽ മെച്യൂരിറ്റി അതിന് വരികയല്ല, അതിനൊരു ജീവിതം എങ്ങനെയാണെന്ന് അതിന് പഠിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അത് അങ്ങനെ ഉള്ളപ്പോൾ ഈ വർത്തമാനം എന്ന് പറയുന്നത് വളരെ മോശമായിപ്പോയി. നിങ്ങൾ സമൂഹത്തിനെതിരെയാണ് സംസാരിക്കുന്നത്. സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരു മൂല്യച്യുതി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് വെളിയിൽ വരും. നിങ്ങൾ ചെയ്യുന്ന ദ്രോഹം എന്താണെന്നറിയോ? നിങ്ങൾ 2 സമുദായങ്ങളെ തമ്മിൽ വളരെയധികം അകറ്റുകയാണ്. ഓരോ ബിഷപ്പുമാർക്കൊക്കെ ഇത് വിളിച്ചു പറയാം. പക്ഷെ നിങ്ങളെപ്പോലുള്ള ഒരു പൊതുപ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആയിട്ടുള്ള ഒരാൾ ഇപ്പോൾ BJP-യിലായിപ്പോയെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഈ മുസ്ലിം വിരോധത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങൾ മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ട് എത്ര തവണ ജയിച്ചിട്ടുണ്ട്? അതിന് നിങ്ങൾ എത്രയോ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് വളരെ പുകഴ്ത്തി പറയുന്ന പ്രസംഗം കേൾക്കാനില്ലേ? ഉണ്ടല്ലോ. അതേപോലെ നിങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ഉണ്ട്. പക്ഷേ നിങ്ങൾ അതിലെ മുസ്ലിം വിരോധം വിളിച്ചു വരുത്തി. അവിടെ 1-2 ഞാൻ നിന്റെ ഒന്ന് വോട്ട് കൊണ്ടൊന്നും അല്ല ജയിച്ചതെന്ന് പറഞ്ഞു. യുവമരങ്ങ് തിരിഞ്ഞു. അത് നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്, നിങ്ങളുടെ നാക്കിൻ്റെ കുഴപ്പം കൊണ്ടല്ലേ തിരിഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമല്ലായിരുന്നു. അവരങ്ങ് തിരിഞ്ഞു, അവർ വോട്ട് ചെയ്തില്ല, നിങ്ങൾ ജയിച്ചില്ല. ഞാനത് കുറ്റം പറഞ്ഞല്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഇഷ്ടമായിരുന്നു എന്നുള്ളത് അതിൻ്റെ കാരണം ഇഷ്ടമായിരുന്നു ആണെന്നല്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ബോൾഡായിട്ട് നിങ്ങൾ ഒരുപാട് അഴിമതിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്, അതെനിക്കിഷ്ടമാണ്. അങ്ങനെ ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനായിരുന്നു ഒരു കാലത്ത്. കാരണം നിങ്ങൾ വളരെ ബോൾഡായിട്ട്
അഴിമതിക്കെതിരെ നിങ്ങൾ സംസാരിക്കും. അതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പുതുക്കാരെ പ്രസക്തമായിട്ടുള്ള സംഗതികളെല്ലാം ഇടപെടും. നിങ്ങൾ പ്രതികരിക്കേണ്ടിടത്ത് വളരെ വയലൻ്റായിട്ട് പ്രതികരിക്കും. അതൊക്കെ എനിക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ രീതിയിലുള്ള പ്രതികരണമല്ല നിങ്ങളുടെ എന്നെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത്. നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി നടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇതുപോലെ വിളിച്ചു പറഞ്ഞു കർശന ഉപാധികളോട് നിങ്ങൾക്ക് ജാമ്യം തന്നാണ്. ഇതിന് കേസെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ 3 തരം നിങ്ങളകത്താണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നെഞ്ചുവേദന സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കണം, ആശുപത്രി തന്നെ ഇടേണ്ടതായിട്ട് വരും. ഇനി ഒരു കോടതി പെട്ടെന്ന് നിങ്ങൾക്ക് ജാമ്യം തരും അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ടൈം ആൻഡ് അഗെയിൻ യു ആർ റിപ്പീറ്റിംഗ് ഇറ്റ്. നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ശ്രീ PC ജോർജ് പ്രയോജനം? ഈ മനുഷ്യൻ്റെ കണ്ണിൽ കരടായതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ? ഈ BJP എന്നൊക്കെ പറയുന്ന അവരുടെ ചൂടെ കൊത്തി ഒരുപാട് പേര് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അവരങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാം എന്നൊക്കെ പറയും. ആ പറച്ചിലേ ഉള്ളൂ, അതോടെ തീരും. ഇപ്പം നിങ്ങൾക്ക് തന്നെ പത്തനംതിട്ട സീറ്റെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു. നിങ്ങളെ അവർ അടുപ്പിച്ചു ഇല്ലല്ലോ. എന്നിട്ട് അതിന് പകരം ആർക്കാ കൊടുത്തേ? രാഷ്ട്രീയത്തിൽ ശിശു പോലും അല്ലാത്ത നിങ്ങളുടെ അടുത്ത് എങ്ങാണം വരാൻ പറ്റിയ ഒരാളാണോ അവിടെ മത്സരിച്ചത്? ഒന്നും അറിയാൻ വയ്യാത്ത ഒരുത്തിനെ മത്സരിപ്പിക്കുന്നു. അവർ ചെയ്യും, അതൊക്കെ ചെയ്യും. നിങ്ങളെ നോക്കുത്തിയായിട്ട് നിർത്തി. എന്നിട്ട് നിങ്ങൾ വിടുന്നില്ല. ഇനിയെങ്കിലും നിങ്ങൾ ഇതുപോലുള്ള വർത്തമാനം പറഞ്ഞാൽ നിങ്ങളെ അവർക്ക് ചുമക്കാൻ വയ്യാതാവും കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവരെപ്പോൾ വേണമെങ്കിലും എടുത്തെറിയും. അത് നോക്കിക്കൊള്ളണം. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ആളുകളെ കിട്ടാനും ഈ ക്രിസ്ത്യൻ പ്രീണനം നടത്താനുമാണ് നിങ്ങളെ പിടിച്ചു വച്ചേക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. അവരുടെ ആ ആഗ്രഹം നിറവേറ്റി കഴിഞ്ഞാൽ അവർ നിങ്ങളെ അങ്ങ് കളയും, ഉപേക്ഷിക്കും. അതാദ്യം നിങ്ങൾ തിരിച്ചറിയണം. അത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വഭാവമാണ്. അത് യഥാർത്ഥത്തിൽ നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണെന്ന് പോലും ഞാൻ കരുതുന്നില്ല. കാരണം നിങ്ങളൊരു രാഷ്ട്രീയക്കാരനായിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊരു യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു ഒരു കാലത്ത്. കാരണം നിങ്ങൾ അത് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല. അങ്ങനെയാണ് നിങ്ങൾ ഈ വിരോധം പിടിച്ചു പറ്റിയത്. വീണ്ടും വീണ്ടും നിങ്ങൾ വിരോധം പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുക. എന്താ പ്രയോജനം ഇതുകൊണ്ട്? എന്താണ് പ്രയോജനം? ചിന്തിക്കണം ശ്രീ PC ജോർജ്.